വൃഷഭ 70 കോടി മുടക്കി 30 ലക്ഷം തിരിച്ചു പിടിച്ചെന്നാണ് അറിവ്. പാൻ ഇന്ത്യൻ പടം സാർ, സെലിബ്രിറ്റികൾ വരെ ട്രോളുകയും ഫാൻസ് പോലും ബുക്ക് ചെയ്യാതിരിക്കുകയും ചെയ്ത് വാഷൌട്ടായ സിനിമ എന്തിനു കണ്ടു എന്ന് ചോദിക്കരുത്. നമ്മുടെ പണി ഇതൊക്കെയല്ലേ. 4, 3, 7 പേര് വെച്ചാണെങ്കിലും പടം ഇട്ടു. എന്തിന് ലാലേട്ടൻ ഇതിന് തല വെച്ചു എന്നൊന്നും ആലോചിച്ച് തലമുണ്ടാക്കാൻ നിൽക്കുന്നില്ല. ഓരോരോ കുഴിയിൽ നേരെ പോയി ചാടലും കയറ്റിക്കൊണ്ടുവരവും അങ്ങേർക്കും നമുക്കും ശീലമായതാണല്ലോ. തെലുങ്ക് ആക്ടർ ശ്രീകാന്തിന്റെ മോനൊരു പാൻ ഇന്ത്യൻ ഫെയിം ഉണ്ടാക്കി കൊടുക്കുക എന്നായിരുന്നു ഈ സിനിമയുടെ ലക്ഷ്യം തന്നെ. ഒട്ടനവധി കഴിവുകൾ ഏറെയുള്ള അവൻ എന്തായാലും കയറും. നമുക്കൊക്കെ പ്രായമായ കാരണന്മാരുണ്ടെങ്കിൽ അവരുടെ വിൻറ്റേജ് ടൈമിൽ കത്തിയുന്ന നാടകങ്ങൾ, ബാല, അതൊക്കെ അവർ മിസ് ചെയ്യുന്നുണ്ടാവാം. ലാലേട്ടൻ അഭിനയിച്ച ബാലയാണെന്നും പറഞ്ഞ് അവരെയൊക്കെ കാണിച്ച കിടുവായിരിക്കും. കഥ: വൃഷഭവംശത്തിലെ ഒരു വലിയ രാജാവാണ് ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ കാലിനടിയിലും ഇടയിലും ഒക്കെ ആയിട്ടാണ് രാജ്യം തന്നെ. അദ്ദേഹം അറിയാതെ ഒരു കൊച്ചു കുഞ്ഞിനെ ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ ശാപം കിട്ടുന്നു ലാലേട്ടന്. നീ നിന്റെ മകൻ നിന്നെ കൊല്ലും, നീ അവനെ കൊല്ലും, അവൻ ചാവും, അങ്ങനെ ഏതാണ്ടൊക്കെയാണ് ആ ശാപം. ലാലേട്ടന്റെ പണി സ്ഫടികലിംഗം സംരക്ഷിക്കലാണ്. ലിംഗം സംരക്ഷിച്ച് അച്ഛനും അമ്മയും മക്കളും ആരാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും. പിന്നെ പുനർജന്മം, അതിലും ഇതൊക്കെ തന്നെയാണ്. ഇവരാരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും, എല്ലാം തീരും. നായകന്റെ ലവ് പാട്ടൊക്കെ ഉണ്ട്. ക്രിഞ്ചെന്നൊന്നും പറഞ്ഞ് ക്രിഞ്ചിനെ അപമാനിക്കുന്നില്ല. ഇച്ചിരി കാന്താര, ബാഹുബലി, ധീര, ജില്ല, ബ്രോഡാഡി, ബറോസ്, വേറെ ഏതാണ്ടൊക്കെയോ. ഡയലോഗ്സ് ഒക്കെ കേട്ട് ചിരിക്കാതെ ഇരിക്കണമെങ്കിൽ ഇല്ലാത്ത മനുഷ്യരായിരിക്കണം. തിയേറ്ററിൽ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണല്ലോ. OTTക്കെങ്ങാൻ കൊടുത്താൽ അന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഫാൻസിനെ പോലും പറ്റിക്കാൻ പറ്റിയില്ല എന്നതാണ് ഇതിലെ വെറൈറ്റി.